ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം, മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കിയതിന്റെ ഉദ്ദേശം, മനുഷ്യനൊരു ജീവിതവും മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാസവും ഈ ലോകത്തിൽ നൽകിയതിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യൻ വിശുദ്ധനായി ജീവിക്കണം, ഒരു വിശുദ്ധനായി ജീവിക്കണം, ഒരു വിശുദ്ധ ജീവിതം ചെയ്യണം. അതാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൽ കുറെ പണം സമ്പാദിച്ച് വീട് പണിത് ധനികനായി വലിയവനായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങളും സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധനായി ജീവിക്കണം, വിശുദ്ധനായി തീരണം എന്നുള്ളതാണ്. ആ പരമമായ ഉദ്ദേശത്തോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവനിൽ നിത്യജീവൻ ഉണ്ടായിരുന്നു. അവൻ ദൈവതേജസ്സിനാൽ ധരിപ്പിക്കപ്പെട്ടിരുന്നു. ദൈവ സാദൃശ്യവും സ്വരൂപവും ഉള്ളവനായിരുന്നു. ദൈവത്തോടുള്ള സംസർഗം ഈ മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യൻ അക്ഷയനായിരുന്നു. സകലത്തെയും അടക്കി വാഴുവാനുള്ള ഭരണവും അധികാരവും മനുഷ്യനുണ്ടായിരുന്നു. 7 വിധ അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ടവനായി മനുഷ്യൻ പാപം നിമിത്തമായി മരിച്ചു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പഠിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും, അതിക്രമങ്ങളും പാപങ്ങളും മനുഷ്യനെ മരിച്ചവനാക്കി തീർക്കുന്നു. ഇല്ലെങ്കിൽ കുറേക്കൂടെ വ്യക്തമായി പറഞ്ഞാൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചവനാണ്. പക്ഷേ ആ സത്യം അവൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവനുള്ള ഒരു ശരീരമുണ്ട്, സംസാരിക്കുന്നു, കരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നു, കാലുകൾ കൊണ്ട് നടക്കുന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു. പക്ഷേ അവൻ ആത്മീയമായി മരിച്ചവൻ എന്നുള്ള സത്യത്തെ മനഃപൂർവ്വമായി വിസ്മരിക്കുന്നു. ഇല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ മുഴുവനില്ല. ഈ മരിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ മരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ ദൈവ ജീവനിൽ നിന്ന് അകന്നുപോയി. അതാണ് ഈ മരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. പാപം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു, ദൈവ ജീവനിൽ നിന്നകന്നു. അതാണ് മനുഷ്യനിലുണ്ടായ മരണം എന്ന് പറയുന്നത്. പാപം ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന് പാപം ഒരുവനെ വിദൂരത്താക്കി തീർക്കുന്നു. പാപം ഒരുവനെ ദൈവ ജീവനിൽ നിന്ന് അകറ്റുന്നു, അവനെ മരിച്ചവനാക്കി തീർക്കുന്നു. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നും പാപം ചെയ്തുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരുവൻ, അതിന് വ്യത്യാസമൊന്നുമില്ല. ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ഉയർന്നവരെന്നോ താണവരെന്നോ വ്യത്യാസമില്ലാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരുവനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അവൻ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്രകാരം ജീവനിൽ നിന്ന് അകന്ന് ആത്മീകമായി മരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യത എപ്രകാരമായിരിക്കും? മനുഷ്യന് ഒരു നിത്യതയുണ്ട്. ഇഹലോക ജീവിതം മനുഷ്യന്റെ നിത്യതയല്ല. മരണം എന്ന് പറയുന്ന ദൈവിക വ്യവസ്ഥയിലൂടെ മനുഷ്യൻ ഈ ലോകം വിട്ട് കടന്നുപോയേ മതിയാകും. മരണാനന്തരം മനുഷ്യനൊരു നിത്യതയുണ്ട്. ആ നിത്യത പാപത്തിൽ ജീവിച്ച് ആത്മീകമായി മരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യത 2ാം മരണമായ നിത്യത്തീപ്പൊയ്കയിലായിരിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നാം പഠിക്കുമ്പോൾ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ക്ഷുദ്രക്കാർ, പിൻവാരാദികൾ എന്നിവർക്കും മോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. ഇത് 2ാം മരണം എന്ന് പറയുന്നു. ആത്മീകമായി മരിച്ച ഒരുവൻ അതിൽ നിന്ന് വിടുവിക്കപ്പെടാതിരുന്നാൽ മരണാനന്തരം അവൻ പോയി ചേരുന്നത് 2ാം മരണമായ നിത്യ തീപ്പൊയ്ക അല്ലെങ്കിൽ നിത്യ നരകം. പലരും ധരിക്കുന്നത് സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. ഇന്ന് ആധുനികമായ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രവും ഒക്കെ മനുഷ്യനെ ദൈവമില്ല എന്നും ആത്മാവില്ല എന്നും മരണാനന്തരം ഒരു ജീവിതമില്ല എന്നും സ്വർഗമോ നരകമോ എന്ന് പറയുന്ന ഒന്നില്ല എന്നും ഒക്കെ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ഇന്ന് അത് വിശ്വസിക്കുവാനാണ് മനുഷ്യന് ഇഷ്ടം. ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചേ മതിയാകും.
അതിനൊത്തവണ്ണം ജീവിച്ചേ മതിയാകുകയുള്ളൂ. ഒരു ആത്മാവുണ്ടെന്ന് ചിന്തിച്ചാൽ അതിനുവേണ്ടി കരുതിയേ മതിയാകൂ. ഒരു സ്വർഗവും നരകവും ഉണ്ടെന്ന് ചിന്തിച്ചാൽ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ മനുഷ്യൻ തയ്യാറായേ മതിയാകൂ. എന്നാൽ മനഃപൂർവ്വമായി ഈ സത്യങ്ങളെല്ലാം വിസ്മരിക്കുന്ന മനുഷ്യൻ, ഈ സത്യങ്ങൾ കേൾക്കാൻ തന്നെ മനുഷ്യർ പേടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലയ്ക്കടുത്ത് ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ഒരു പിതാവ് മരിച്ചു. അന്ന് തിരുവല്ലയിരുന്ന സെന്റർ പാസ്റ്റർ ആ വീട്ടിൽ കാണുവാനായി പോയി, മൃതശരീരം കാണുവാനായി പോയി. ഞാനും പോയി അദ്ദേഹത്തിന്റെ കൂടെ. അപ്പോൾ പാസ്റ്റർ ഇപ്രകാരം ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടില്ല എങ്കിൽ മരണാനന്തരം പോയി ചേർന്നത് നിത്യ തീപ്പൊയ്കയിലാണ്. ഈ പിതാവും രക്ഷിക്കപ്പെട്ടല്ല മരിച്ചതെങ്കിൽ പോയി ചേർന്നത് തീപ്പൊയ്കയിലാണ് എന്ന് പറയുവാനിടയായി. രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ പരദീസയിൽ പോയി ചേരും എന്നിങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ. അദ്ദേഹത്തിന് ഈ സെൻട്രൽ പാസ്റ്ററുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് അല്പം ചില വാക്കുകൾ ആധികാരികമായി പറഞ്ഞത്. ഇത് പറയുമ്പോൾ അടുത്തിരുന്ന ഒരു അമ്മച്ചി പറയുകയാണ്, പാസ്റ്റർ ദയവായി നിങ്ങളത് പറയാതിരിക്കുക, അത് കേൾക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്ന്. അത് കേൾക്കാനുള്ള മാനസിക സാന്നിധ്യം പോലും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളത് പറയാതിരിക്കുക എന്ന് അവിടെ ഇരുന്നുകൊണ്ട് എന്ന് പറയാനിടയായി. അപ്പോൾ നരകമുണ്ടെന്നും രക്ഷിക്കപ്പെടാത്ത ഒരുവൻ ഈ അഗ്നി തീപ്പൊയ്കയിൽ പോയി ചേരുമെന്നും ഉള്ള സത്യം ചിലർക്ക് കേൾക്കാനുള്ള മനസാന്നിധ്യം തന്നെയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ചിന്തിക്കാതിരുന്നാൽ അത്രയും സമാധാനമുണ്ടെന്നാണ് ചിലർക്ക് ഇങ്ങനെ പറയുന്നത്. അധികം ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ലോകത്തിലെ ഒരു പരുവത്തിനൊത്ത് ജീവിക്കുക, മരണാനന്തരം പോയി ചേരുന്ന അപ്പോൾ നമുക്ക് കാണാം, അപ്പോൾ കാണാമെന്ന പലരും ധരിക്കുന്നത് അപ്പോൾ കാണാനായിട്ടാണ്. സാധ്യമല്ല. ഇപ്പോഴേ നാം ഇത് ചിന്തിക്കണം. ആത്മീയമായി മരിച്ചവരായി ദൈവജീവനിൽ നിന്ന് അകന്ന് ആ നിലവാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടാതെ മരണം വഴിയായി കടന്നു പോകുന്ന ഒരു വ്യക്തി രണ്ടാം മരണമായ നിത്യ തീപ്പൊയ്കയിൽ പോയി ചേരുവാനിടയാകും. ഇവിടെ ഒരു ബാല്യക്കാരൻ മരിച്ചവനായി, മഞ്ചലിൽ കിടത്തപ്പെട്ടവനായി, ചിലരാൽ ചുമക്കപ്പെട്ടവനായി പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മരിച്ച ബാല്യക്കാരനെ, യൗവനക്കാരനെ ഒരു മഞ്ചലിൽ കിടത്തി, ഒരു മഞ്ചത്തിൽ കിടത്തി വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. ചിലർ ചുമന്നുകൊണ്ടാണ് വരുന്നത്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ? ഇന്നത്തെ ആത്മീയമായി മരിച്ച, ദൈവത്തിൽ നിന്ന് അകന്ന, ദൈവജീവനിൽ നിന്ന് അകന്ന മനുഷ്യ സമൂഹത്തെ ചുമന്നുകൊണ്ടു പോകുന്ന ചില മഞ്ചങ്ങളുണ്ട്, ശവമഞ്ചങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ മഞ്ചങ്ങളാണ് ഇന്നത്തെ ലോകത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ സംഘടനകൾ. അതിനകത്ത് ചുമന്നുകൊണ്ടുപോകുന്ന മരിച്ച മനുഷ്യരെ, അവയെ ചുമക്കുവാൻ ചില മനുഷ്യരുമുണ്ട്. ചുമന്നുകൊണ്ടു പോവുകയാണ് ഈ മഞ്ചത്തെ ചുമക്കുന്ന മനുഷ്യർ, അതിന്റെ തലപ്പത്തിരിക്കുന്നവർ, നേതൃത്വത്തിലിരിക്കുന്നവർ. ഞാനിവരെ കുറ്റം പറയുകയല്ല, നല്ല മനുഷ്യർ തന്നെയാണ്. ഒരു ശവമഞ്ചം ചുമക്കണമെങ്കിൽ ആ മരിച്ച മനുഷ്യനോട് ഒരു സിമ്പതി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചുമക്കാൻ ഒരുവൻ തയ്യാറാകുകയുള്ളൂ. ഇല്ലാതെ ഒരുവൻ തയ്യാറാകുകയില്ല. നമ്മുടെ നേതാക്കളൊക്കെ ഈ ആത്മീയമായി മരിച്ച അരിഷ്ടമായ നിലവാരത്തിലായിരിക്കുന്ന വിവിധങ്ങളാകുന്ന പ്രശ്നങ്ങളിലൂടെ വരയുന്ന മനുഷ്യ സമൂഹത്തോട് സിമ്പതിയുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ അവർ തയ്യാറാകുന്നു. നമ്മുടെ നേതാക്കൾ സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ സംഘടനകളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കൾ ഈ ആത്മീയമായി മരിച്ച മനുഷ്യർക്ക് വേണ്ടി പല പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. എത്ര നല്ല കാര്യങ്ങൾ, എത്ര നല്ല കാര്യങ്ങൾ. ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ അവരെ പ്രശംസിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഈ മരിച്ച മനുഷ്യൻ എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം സത്യമാണ്, ഇന്നത്തെ മതപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ സംഘടനകൾ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികൾ ആത്മീകമായി മരിച്ച് ദൈവജീവനിൽ നിന്ന് അകന്നതായ ഇന്നത്തെ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല. അതാണ് സത്യം. ഈ മരിച്ചവർക്ക് അവർക്കൊരു ഗുണവും ചെയ്യുന്നില്ല. ദൈവജീവനിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, അവന്റെ മരിച്ച നിലവാരത്തിൽ നിന്ന് അവനെ ഉയർപ്പിക്കുവാൻ ഇവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അവരെ കൊണ്ട് കഴിയില്ല. അവരുടെ ആത്മാവിന് വേണ്ടത് ചെയ്യുവാൻ, ഒരുപക്ഷെ ശരീരത്തിന് വേണ്ടത് ചിലർക്ക് ചെയ്യുവാൻ കഴിഞ്ഞുകൊണ്ട് വരാം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവരുടെ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ
കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. ഈ മഞ്ചലിനകത്ത് കിടക്കുന്ന മരിച്ച യൗവനക്കാരൻ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ ഇങ്ങനെയുള്ള അനേകരെ നമുക്ക് കാണാൻ കഴിയും. അവരോട് സഹതാപം കാണിക്കുന്ന മനുഷ്യരെ കാണുവാൻ കഴിയും. അവർക്ക് വേണ്ടി പല നന്മ പ്രവർത്തികൾ, നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ നല്ല നല്ല പ്രവർത്തികളോ ആ നന്മ പ്രവർത്തികളോ ഈ മരിച്ച മനുഷ്യന് യാതൊരു നന്മയും ചെയ്യുന്നില്ല, ഉണ്ടാകുന്നുമില്ല. അത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ശോചനീയമായ ദുഃഖകരമായ അവസ്ഥയാണ്. ആ മഞ്ചം ചുമന്നുകൊണ്ടുപോകുന്ന ചിലർ. എന്നാൽ അനേക പുരുഷാരം ഈ വിലാപയാത്രയിൽ ഈ മൃതശരീരത്തെ ഈ മരിച്ചത്തെ അനുഗമിക്കുന്നുണ്ട്. വലിയൊരു പുരുഷാരം. അവരെല്ലാം ഈ മരിച്ച മനുഷ്യനോട് സഹതാപമുള്ളവർക്കറിയാം. സ്വാഭാവികമായി ഒരു വിലാപയാത്രയെ പിന്തുടരുകയാണെങ്കിൽ ഏത് മനുഷ്യർക്കാണെങ്കിലും ഒരു പൊട്ടിച്ചിരിയോ അട്ടഹാസമോ ഒന്നും ഉണ്ടാകുകയില്ല. ഒരു മാനസികമായ ഒരു ദുഃഖവും വ്യഥയും ആ ദുഃഖിക്കുന്ന മനുഷ്യരോടുകൂടെ സഹകരിക്കുന്ന, ദുഃഖിക്കുന്ന, ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു മാനസികമായ നിലയായിരിക്കും എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ ഒരു വലിയ പുരുഷാരം ഈ മൃതശരീരം കിടക്കുന്ന ആ മനുഷ്യത്തെ അത് ചുമന്നുകൊണ്ട് പോകുന്നവരെ പിൻഗമിക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യ സമൂഹത്തിൽ, ഈ പുരുഷാരത്തിന്റെ മധ്യത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് പ്രത്യേകം എടുത്തറിയാം. ഒരു പ്രത്യേകമായി എടുത്തറിയാവുന്ന ഒരു വ്യക്തി. അതാരാണെന്ന് പറയാമോ? ഈ മരിച്ച ബാല്യക്കാരന്റെ അമ്മ. മറ്റുള്ളവരൊക്കെ ദുഃഖം പ്രകടിപ്പിക്കുന്നെങ്കിലും ഈ മാതാവിന്റെ ദുഃഖവും കരച്ചിലും അല്പം വ്യത്യസ്തമാണ്. അതിന് കാരണം പറയുന്നുണ്ട്, ഇവരുടെ ഏകമകനായിരുന്നു. മറ്റൊന്ന്, അവളോ വിധവയായിരുന്നു. അപ്പോൾ അപ്രകാരം ഒരു മകൻ മരിച്ചാൽ ആ മാതാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദുഃഖം, വ്യഥ, കരച്ചിൽ, പൊട്ടിക്കരയുന്ന, അലമുറയിട്ട് കരയുന്ന, ഈ മരിച്ച ബാല്യക്കാരനെ ഓർത്ത് അലമുറയിട്ട് കരയുന്ന ഒരു മാതാവിനെ ആ ശവമഞ്ചത്തിന്റെ പുറകിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ലോകത്തെ കുറിച്ച്, ഇന്നത്തെ മനുഷ്യ സമൂഹത്തെ കുറിച്ച് സഹതാപം കാണിക്കുന്ന അനേകർ ഇന്നത്തെ ലോകത്തിലുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ മരിച്ച അരിഷ്ട നിലവാരത്തിലായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യുവാൻ സന്മനസ്സ് കാണിക്കുന്ന അനേക നല്ല മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തയായി അലമുറയിട്ട് കരയുന്ന ഒരമ്മ. ദൈവത്തിന് സ്തോത്രം. അലമുറയിട്ട് കരയുന്ന ഒരമ്മ. അതാരാണെന്ന് പറയാമോ? ആത്മീകമായി മരിച്ച സഹജീവികളെ ഓർത്ത്, അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ സഹജീവികളെ ഓർത്ത് ഏകജാതൻ മരിച്ചുപോയ വിധവയായ ഒരമ്മയെ പോലെ കരയുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഈ ഭൂമിയിലുണ്ട്. ഒരുപക്ഷെ കൊളനട നിവാസികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ പത്തനംതിട്ട ജില്ല അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കേരളം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഭാരതം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഏകജാതൻ നഷ്ടപ്പെട്ടു പോയതിനെ പോലെ, വിധവയായ ഒരു മാതാവിന്റെ ഏകജാതനായ മകൻ മരിച്ചുപോയതുപോലെ ഹൃദയം തകർന്ന് പൊട്ടിക്കരയുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരാണ് ദൈവത്തിന്റെ വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ. അവർ ദേശത്തിന് വേണ്ടി കരയുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായി മരിച്ച മനുഷ്യരെ ഓർത്ത് കരയുന്നു. ഒരുപക്ഷെ ഇവരെ കുറിച്ച് മറ്റുള്ളവർ പരാതി പറയും. ഇവർ പൊതുജനത്തിന് എന്ത് നന്മ ചെയ്യുന്നു? പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, കെട്ടിക്കുവാൻ നിവൃത്തിയില്ലാത്ത പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നു, അല്ലെങ്കിൽ ആ ഭൗമികമായി ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനുഷ്യൻ നിങ്ങൾ എന്ത് നന്മ ചെയ്യുന്നു? ഈ മനുഷ്യർക്ക് നിങ്ങൾ എന്ത് നന്മ ചെയ്യുന്നു? ഒരുപക്ഷെ ഈ ഭൗമികമായ അല്ലെങ്കിൽ ഈ അക്ഷരാർത്ഥത്തിലുള്ള ശാരീരികമായ ഒരു പ്രവൃത്തി ഒരുപക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ലായിരിക്കും. സത്യമാണ്. എന്നാൽ ഞങ്ങളാൽ ആവോളം ഭൗമികമായ പ്രവർത്തികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരെ ആരെയും കാണിക്കുവാൻ ചെയ്യാറില്ല, മനുഷ്യരാരെയും കാണണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അത് എന്തുകൊണ്ടെങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു അതിനെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയണ്ട. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നു,
ദൈവത്തിന് സ്വന്തം. ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ദേശത്തിന് വേണ്ടി ഞങ്ങൾ കരയുന്നു. ഈ ദേശത്തിന് വേണ്ടി ഏകജാതൻ നഷ്ടപ്പെട്ടു പോയ, ഏകജാതൻ മരിച്ചുപോയ വിധവയായ ഒരു അമ്മയെ പോലെ ഈ ദേശത്തിന് വേണ്ടി കരയുന്ന ചിലർ ഇവിടെയുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ അങ്ങ് തെക്കേ അറ്റം തുടങ്ങി വടക്കേ അറ്റം വരെ, പടിഞ്ഞാറ് തൊട്ട് കിഴക്ക് വരെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ നമ്മുടെ സമശിഷ്ടങ്ങൾ അത് അറിയുന്നില്ലായിരിക്കാം. ഈ കാണപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് തെറ്റായിട്ടാണ് ധരിക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരെന്താണ് ഈ ദേശത്ത് ചെയ്യുന്നത്? ഈ ഭാരതത്തിൽ ഇവരെന്താണ് ചെയ്യുന്നത്? വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് ബൈബിളും കരങ്ങളിൽ ഏന്തിക്കൊണ്ട് ഈ ദേശത്തൂടെ നടക്കുന്ന ഇവരുടെ പ്രവൃത്തി എന്താണ്? ഇവർ മതപരിവർത്തനം നടത്തുകയാണോ? മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുകയാണോ? എന്താണ് ഇവർ ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രിയ സ്നേഹിതരെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ ദേശത്തിന് വേണ്ടി കരയുന്നു. ആത്മീകമായി മരിച്ച മനുഷ്യവർഗത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ വിലപിക്കുന്നു. വലിയൊരു ആത്മഭാരത്തോടുകൂടെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഞങ്ങളുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ ഞങ്ങളുടെ സമശിഷ്ടങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ കരയുന്നു. അപ്രകാരം കരയുവാൻ ഞങ്ങൾക്ക് ഈ ദേശത്ത് ഒരു വീടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കരയുവാൻ, ഈ ദേശത്തിന് വേണ്ടി കരയുവാൻ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇടവേളകളിലൊക്കെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ദേശത്തിന് വേണ്ടി കരയുവാൻ, മരിച്ചു പോകുന്ന നിത്യജീവനിൽ നടന്ന് നിത്യ തീപ്പൊയ്കയിലേക്ക് ഒഴുകുന്ന ഞങ്ങളുടെ സമശിഷ്ടങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാൻ ദൈവം ഞങ്ങൾക്കും ഇവിടെ ഒരിടം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ആത്മഭാരമാണ് ഈ 3 ദിവസം ഇപ്രകാരം ഒരു സുവിശേഷ പ്രസംഗം നടത്തുവാൻ, ഈ സുവിശേഷ സത്യങ്ങൾ നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം. മരിച്ച മനുഷ്യൻ ജീവിക്കണം, അതിനുവേണ്ടി കരയുന്നു. ദൈവത്തിൽ നടന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് വരണം, അതിനുവേണ്ടി കരയുന്നു. നിത്യ തീപ്പൊയ്കയിലേക്ക് കടന്നു പോകുന്ന ജനാവലി നിത്യ തീപ്പൊയ്കയിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവരാജ്യത്തിന് അവകാശിയായി തീരണം, അതിനുവേണ്ടി ഞങ്ങൾ കരയുന്നു. കരയുക മാത്രമല്ല, ഈ സത്യം ഞങ്ങൾ ദേശത്തോട് വിളിച്ചറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ മുൻവിധിയോ ഉണ്ടെങ്കിൽ അത് അകറ്റിക്കളഞ്ഞിട്ട് യാഥാർത്ഥ്യം ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുവാൻ തയ്യാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏകജാതനായ മകനെ ചൊല്ലിക്കരയുന്ന ഒരമ്മ വിലപിക്കുകയാണ്, പൊട്ടിക്കരയുന്നു, അലമുറയിട്ട് കരയുന്നു. ഈ വിലാപയാത്ര പട്ടണത്തിന്റെ വാതിൽക്കൽ എത്തി. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടുകൂടെ അവിടേക്ക് കടന്നു വരികയാണ്. യേശുക്രിസ്തു യാദൃച്ഛ്യമായിട്ടല്ല അവിടെ വന്നത്. സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എവിടെ പോയിട്ടുണ്ട് അതൊന്നും യാദൃച്ഛികമല്ല. അതെല്ലാം ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം, പിതാവായ ദൈവത്തിന്റെ ഓർഡർ അനുസരിച്ചാണ് യേശുക്രിസ്തു പോയത്. ഒക്കെ ഒരിക്കൽ അവൻ സോർ സീദോൻ എന്ന ആ ദേശത്തേക്ക് വാങ്ങിപ്പോയി എന്ന 4 സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ മധ്യത്തിൽ ഒരിക്കൽ മാത്രമേ സോർ സീദോൻ എന്ന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയുള്ളൂ. അതിനു മുൻപോ അതിന് പിൻപോ ഒരിക്കൽ പോലും അവിടെ പോയിട്ടില്ല. ഈ സോർ സീദോൻ എന്ന ദേശത്തേക്ക് വാങ്ങിപ്പോയ യേശു അവിടെ ഒരേ ഒരു പ്രവൃത്തി മാത്രമേ ചെയ്തുള്ളൂ. അവൻ അവിടെ ചെയ്ത ഏക പ്രവൃത്തി ഒരു കനാന്യ സ്ത്രീയുടെ ചെറുമകളെ, ഭൂതോപദ്രവം ബാധിച്ചിരുന്ന ആ ചെറുമകളെ സൗഖ്യമാക്കി എന്നുള്ളതാണ്. ആ ഭാഗം നിങ്ങൾക്കറിയാം. യേശുക്രിസ്തു അവിടേക്ക് ചെന്നപ്പോൾ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ചെല്ലുകയാണ്. എന്നാൽ ആരംഭത്തിൽ യേശു അത് മൈൻഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയണം, കർത്താവേ, ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നല്ലോ, ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നല്ലോ. അന്നേരം കർത്താവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി, അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് ഇവളെ സംബോധന ചെയ്ത് എന്താണെന്ന് അറിയാമോ? ഇവളെ സംബോധന ചെയ്യുന്ന ഒരു നായെന്നാണ്. നായ്ക്കുട്ടിക്കാണ് ഇപ്പോൾ ഈ അപ്പം ആവശ്യം. അതുകൊണ്ടാണ് പറയുന്നത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സ്ത്രീ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, കർത്താവ്, നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം മുറുക്കുകൾ തിന്ന് തൃപ്തരാകുന്നു.
എത്ര ബുദ്ധിപൂർവമായി, എത്രമാത്രം ആവശ്യബോധത്തോടുകൂടെ ഈ സ്ത്രീ മറുപടി പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അവൾ പറയുകയാണ്, കർത്താവേ, ഞാനൊരു നാഥന്നെയാണ്, എന്റെ മകൾ ഒരു നായ്ക്കുട്ടിയാണ്, മക്കളുടെ അപ്പമാകുന്ന രോഗസൗഖ്യം ഒരുപക്ഷെ ഞങ്ങൾക്കത് അവകാശപ്പെട്ടതല്ല, ഞങ്ങൾ പുറജാതിയിൽപ്പെട്ട വ്യക്തിയാണ്, എങ്കിലും നായ്ക്കുട്ടികൾ വലിയ അപ്പക്കഷ്ണങ്ങൾ ഒന്നും വേണ്ട, തിന്ന് ശേഷിപ്പിച്ചതായ ആ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കിൽ ഒന്ന് കിട്ടിയാൽ എന്റെ ചെറുമകൾക്ക് സൗഖ്യം വരും. യേശു അത്ഭുതപ്പെട്ടുപോയി. തിരിഞ്ഞാൽ തന്നെ പിൻപറ്റുന്നതായ ജനത്തെ നോക്കി പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് നമുക്ക് കാണാവുന്ന, പഠിക്കാവുന്ന ഒരു വിഷയം, യേശുവിനെ കാണണമെന്നും യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവമാക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ലോകത്തിന്റെ ഏത് മുക്കിലും ഏത് മൂലയിലും മനുഷ്യർ കാണാത്ത കൊടുങ്കാറ്റിന്റെ നടുവിലാണെങ്കിൽ പോലും അവിടെ ഇറങ്ങി ചെല്ലുന്നവനാണ് കർത്താവ്. ഈ കനാന്യ സ്ത്രീയുടെ ചെറുമകളെ സൗഖ്യമാക്കിയിട്ട് യേശു അവിടെ നിന്ന് വിട്ടുപോയി എന്ന മടങ്ങിപ്പോരുന്നു. ആ ദേശത്ത് ഒരൊറ്റ പ്രവൃത്തി ചെയ്യുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മനസ്സിലാക്കി, എന്നിൽ നിന്ന് അത്ഭുതകരമായി വിടുതലും സൗഖ്യവും പ്രാപിക്കുവാൻ ദാഹിക്കുന്ന ഒരു മാതാവും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു മകളും ഈ കനാന്യ ആ സ്ത്രീയുടെ മകൾ ആ സോർസീദോൻ എന്ന പ്രദേശത്തിന്റെ നടുവിലുണ്ടെന്ന് കണ്ട കർത്താവ് അവിടേക്ക് കടന്നു പോകുവാനിടയായി. ഇതുപോലെ ഏകജാതനായ മകനെ ചൊല്ലി വിധവയായ മാതാവ് കരയുന്ന ആ കരച്ചിൽ, ആ കണ്ണുനീർ കണ്ട് കർത്താവായ യേശുക്രിസ്തു ആ പട്ടണത്തിന്റെ വാതിൽക്കലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ സധൈര്യം പറയുകയാണ്. അനേക നാളുകളായി ഇവിടെ ഇരുന്ന ദൈവമക്കൾ കരഞ്ഞതിന്റെ ഫലമായി ആ കണ്ണുനീർ കണ്ട കർത്താവ് ഇന്ന് ഈ കൂട്ടത്തിന്റെ മധ്യത്തിലും കർത്താവിൽ നിന്നൊരു സഹായം, ഒരു സൗഖ്യം, ഒരു വിടുതൽ, ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ കാണണം, എനിക്ക് അനുഭവിക്കണം എന്നുള്ള വലിയ ദാഹത്തോടുകൂടെ കരഞ്ഞ് വിലപിച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിന്റെ മധ്യേ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ തകർന്ന ഹൃദയത്തെയും കർത്താവ് കണ്ടിട്ടുണ്ട്. തീർച്ചയായും കണ്ടിട്ടുണ്ട്. കാണുക മാത്രമല്ല, അവരുടെ വിഷയമനുസരിച്ച് സഹായിപ്പാൻ കർത്താവ് അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്, തകർന്ന ഹൃദയത്തോടും നുറുങ്ങിയ മനസ്സോടും കണ്ണുനീരോടും കൂടെ യേശുവിൽ നിന്ന് ഒരത്ഭുതം എന്റെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് ഉള്ള ചിന്തയോടുകൂടെ ഇന്ന് രാത്രിയിൽ ആരൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ അവരുടെ സമീപത്ത് യേശുവുണ്ട്. യേശു അവരുടെ സമീപത്ത് കടന്നു വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആ പട്ടണത്തിന്റെ വാതിൽക്കലേക്ക് വരുന്നു. ഈ വിലാപയാത്ര കടന്നു വരുന്നു. കർത്താവ് അതിന്റെ സമീപത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ ഭാഗമായതുകൊണ്ട് അധികം വിശദീകരിക്കാൻ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഈ കരയുന്ന മാതാവിനെ കണ്ടുകൊണ്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, കരയേണ്ട. കരയേണ്ട. ഇത് മറ്റാരെങ്കിലും പറഞ്ഞാൽ അത്ര ശക്തിയില്ലതിന്, അതിനത്രമാത്രം വിലമതിക്കാനൊക്കെ ഇല്ല. പറയുന്ന വാക്കുകളുടെ വലിപ്പത്തിലല്ല, ആര് പറയുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ വിലയും മുഖ്യത്വവും. വേറെ ആരെങ്കിലും കരയേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഇത് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവാണ് പറഞ്ഞത്, കരയേണ്ട. ദൈവത്തിന് കരയുന്നവരെ നോക്കി യേശു പറയുന്നു, കരയേണ്ട. അതിനകത്തെല്ലാം അടങ്ങിയിരിപ്പുണ്ട്. ആ വാക്കിനകത്ത് ആശ്വാസമുണ്ട്. ആ വാക്കിന്റെ മുൻപാകെ കണ്ണുനീർ വറ്റിപ്പോകും. ആ വാക്കിന്റെ മുൻപാകെ തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. ആ വാക്കിന്റെ മുൻപാകെ നുറുങ്ങിയ മനസ്സിന് തണുപ്പുണ്ടാകും. ഇന്ന് രാത്രിയിലും യേശു പറയുന്നു, ഞാനല്ല പറയുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരുവനെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവൻ പറയുകയാണ്, കരയേണ്ട. നീ ഏത് വിഷയത്തെ ഓർത്താണ് കരയുന്നത്? കരയേണ്ട. നീ ഓർത്ത് കരയുന്ന വിഷയം നിന്റെ കുടുംബത്തിന്റെ വിഷയമാണോ? നിന്റെ ഭർത്താവിന്റെ മാനസാന്തരം അതാണോ നിന്റെ വിഷയം? നിന്റെ
എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവിനറിയാം നീ ഏത് വിഷയത്തെ ഓർത്ത് കഴിയുന്നു എന്ന്. ഇന്ന് രാത്രിയിൽ നിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുന്ന യേശുവിനറിയാം. നീ ഓർത്ത് കഴിയുന്ന വിഷയവും നിനക്കറിയാം. ഇന്ന് രാത്രിയിൽ യേശു നിന്നോട് പറയുകയാണ് കരയേണ്ട. യേശു നിന്നോട് പറയുന്നു കരയേണ്ട. ഏത് വിഷയത്തെ ഓർത്ത് കരയുന്നുവോ കരയേണ്ട. ഒരത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യുവാൻ യേശുവിനെ കഴിയും. ദൈവത്തിന് സ്തോത്രം. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്തിൽ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പോയി. ഒരു ബ്രദർ എന്നെ തന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. താൻ തൂത്തുക്കുടി പട്ടണത്തിൽ നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്റെ ബിസിനസ്സിൽ തന്നോട് ബന്ധപ്പെട്ട ചിലരുടെ വഞ്ചനാപരമായ പ്രവൃത്തി നിമിത്തം തനിക്കുണ്ടായിരുന്ന മുഴുവൻ നഷ്ടമായി. ഒറ്റയടിക്ക് 10 ലക്ഷത്തിൽ പരം രൂപ തനിക്ക് നഷ്ടമായി. എല്ലാം നഷ്ടപ്പെട്ടു. താൻ കണ്ണീരോട് എന്നോട് പറഞ്ഞ്, ബ്രദർ, ഒരു നേരത്തെ ഭക്ഷണത്തിന്, മാന്യമായ നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം അടുത്ത നേരത്തെ ഭക്ഷണത്തിന് എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ അത്ഭുതം വിഷമിച്ചു പോവുകയാണ്. അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ അടുത്ത നേരത്തെ ഭക്ഷണത്തിന് ഒരു വക കണ്ടെത്തുവാൻ നിവർത്തിയില്ലാതെ ഞെട്ടി നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ പകച്ചു നിന്നൊരു നിലവാരം. താൻ വിശ്വാസ വീട്ടിൽ ചെന്നു. ഇവിടുത്തെ പാസ്റ്ററെ കണ്ടു. തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. താൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പാസ്റ്റർ മുഴങ്ങാൻ മടക്കി, ഇദ്ദേഹവും മുഴങ്ങാൻ മടക്കി. എന്നിട്ട് പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദർ, നിങ്ങൾക്കറിയേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. ഇത്ര പറഞ്ഞു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. തനിക്ക് വലിയ ആശ്വാസം തോന്നി. താൻ മടങ്ങി വീട്ടിലേക്ക് വന്നു. തന്റെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുവാനായിട്ട് പലരും പറഞ്ഞു, നിങ്ങളൊരു കേസ് ഫയൽ ചെയ്യണം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാനത് ചെയ്യില്ല, ദൈവം എനിക്ക് തരുന്നെങ്കിൽ തരട്ടെ. പക്ഷെ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ വ്യക്തി പണം വഞ്ചിച്ചെടുക്കുക മാത്രമല്ല, ഇദ്ദേഹത്തെ വീണ്ടും പ്രതിയാക്കി ഹൈക്കോടതിയിൽ ഒരു കേസ് കൂടെ ഫയൽ ചെയ്തു. കൂനിന്മേൽ കുരു എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് കോർട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ഒരു വക്കീലിനെ താൻ പോയി കണ്ടു. ഈ വക്കീലിന്റെ അടുക്കൽ താൻ തന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതേ കേസെല്ലാം പരിഗണിക്കുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങൾ പഠിച്ചിരിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങളെ സഹായിക്കാൻ എന്റെ ഏറ്റവും അടുത്ത ഒരു റിലേഷൻ ഉണ്ട്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഞാൻ അദ്ദേഹത്തോട് പറയാം നിങ്ങളെ സഹായിക്കാൻ. കോർട്ടിൽ കേസ് ഇവിടെ കിടക്കുന്നു. ഇദ്ദേഹം തന്റെ അടുത്ത ബന്ധക്കാരനോട് ഈ ബിസിനസ് ചെയ്യുന്ന ആളിനോട് പറയും, ഇങ്ങനെ ഒരാളോട്, ആള് വളരെ കഷ്ടത്തിലായിരിക്കാം, നിങ്ങളൊന്ന് സഹായിക്കണം. അദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു ഏജൻസി കൊടുക്കും. ആ ഏജൻസിക്ക് ലൈസൻസ് കിട്ടുവാനായിട്ട് 20,000 രൂപ തനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് താൻ ഞെട്ടിപ്പോയി. എവിടെ നിന്നുണ്ടാകും? അടുത്ത നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്തവന് 20,000 രൂപ പെട്ടെന്ന് എവിടെ നിന്നുണ്ടാകും? അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രാവിലെ ഒരു ഫോൺ കോൾ. തന്റെ സ്വന്തം ദേശത്തുള്ള, തന്നെ കൊടൈക്കനാൽ ഭാഗത്തുള്ള വ്യക്തിയാണ്. ആ ദേശത്ത് നിന്ന് തന്റെ ഒരു പഴയ സ്നേഹിതൻ വിളിച്ചു. എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് വളരെ ദുഃഖം തോന്നുന്നില്ല, ഏതോ ദുഃഖത്തിലിരിക്കുന്നവൻ. ഞാൻ ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ നിങ്ങളുടെ പ്രശ്നം? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയ്യോ, അതിനാണോ വിഷമം? ഞാന് ഇപ്പോൾ 20,000 രൂപയുടെ ചെക്ക് ഇപ്പോൾ ഉടൻ തന്നെ വരാം. ഞാൻ തൂത്തുക്കുടി തന്നെ ഉണ്ട്, വന്ന് തരാം. 20,000 ഉടൻ 20,000 രൂപയുടെ ചെക്ക്. അത് കയ്യിൽ വാങ്ങിക്കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു എന്ന പഴയ വാക്ക്, ആ ദൈവദാസൻ പറഞ്ഞ വാക്ക്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. തനിക്ക് ലൈസൻസ് കിട്ടി, പക്ഷേ ബിസിനസ്സിന് ആരും വന്ന് ബന്ധപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ പിതാവിന്റെ ഒരു പഴയ സ്നേഹിതൻ ശിവകാശിയിൽ നിന്ന് വിളിച്ചു. ഒരു കോടീശ്വരനാണ്. വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത ഇദ്ദേഹമാണ്. ചോദിച്ചു, തമ്പി നീ എന്നെ എടുക്കുന്നു? ഇപ്പൊ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും ഇല്ല, ഇങ്ങനെ. അതിനാണോ വിഷമം? ഞാന് ഒരു 2 ലക്ഷം രൂപ നിനക്ക് അങ്ങോട്ട് വെറുതെ തരാം. നീ പലിശയും തരണ്ട, ഒന്നും തരണ്ട. ഒരു 2 ലക്ഷം രൂപ ഇതിട്ട് അങ്ങോട്ട് ബിസിനസ് ചെയ്യേ. അതിൽ നിന്നുള്ള ലാഭം നീ എടുത്ത്, എനിക്ക് പലിശ വേണ്ട. നിനക്ക് ബിസിനസ് നന്നായി ഉറയ്ക്കുമ്പോൾ നിന്റെ ഈ പണം കിട്ടുമ്പോൾ അത് തിരിച്ചു വന്നാൽ മതി. ഈ വാക്ക് കേട്ട് താൻ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം എന്റെ അടുക്കൽ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞ ദൈവദാസന്റെ വാക്കുകൾ. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരു സിസ്റ്റർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. അവർ ഹോസ്പിറ്റലിലായി, ഡെലിവറി സംബന്ധിച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ആയിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ എന്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ദൈവമേ, നീ ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ.
എന്റെ വാക്കിലെ പ്രാർത്ഥന മധ്യത്തിൽ ആ വാക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനത് മറന്നുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു അല്പം ബുദ്ധിമുട്ടാണ്. ഇതിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ വാക്ക് ആ സഹോദരിയുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നുപോയി. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ വാക്കും, ദൈവമേ ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞ വാക്കും പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ വന്നു. ആ വാക്കിനെ വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. 10 മിനിറ്റിന് ശേഷം വാസ്തവത്തിൽ ഒരു അത്ഭുതം തന്നെ തന്റെ ഹൃദയത്തിൽ നടന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതകരമായി അവർക്കൊരു വിടുതൽ നൽകി. പിന്നീട് എന്നെ കണ്ടപ്പോൾ ഈ വസ്തുത പറഞ്ഞു. ഈ വാക്ക് എന്റെ മനസ്സിലൊരു ഇടിമുഴക്കം പോലെ അപ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ കണ്ണുകൾ കണ്ട്, നിങ്ങളുടെ കാഴ്ചയിൽ കണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. ഒരത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. യേശു ഇവന്റെ അടുക്കലേക്ക് വരുന്നു. ശവമഞ്ചം ചുമന്നുകൊണ്ട് സെമിത്തേരിയിലേക്ക് കടന്നു പോകുന്ന, എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? കൊണ്ടുപോകുന്നത് സെമിത്തേരിയിലേക്കാണ്. ചുമക്കുന്നതൊക്കെ ചെയ്യാൻ കഴിയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. സെമിത്തേരിയിൽ കൊണ്ടുപോയി കുഴിയെടുത്ത് അടക്കാം. അതിൽ കൂടുതൽ ഒരു സഹായം ചെയ്യുവാനില്ല. ഈ ലോകത്തിന് നിങ്ങൾക്ക് ചെയ്യാനുള്ള സഹായം അത്ര മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ചെയ്യാവുന്ന സഹായം ഇത്ര മാത്രം. ചുമന്നു കൊണ്ടുപോയി ഒരു ശവമഞ്ചത്തിൽ ചുമന്നു കൊണ്ടുപോയി സെമിത്തേരിയിൽ കൊണ്ടുപോയി സംസ്കരിക്കാം. അത് മാത്രമേ ചെയ്യാൻ കഴിയൂ. എന്നാൽ യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുണ്ട്. കേരളത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുണ്ട്. നിങ്ങളെ സഹായിപ്പാൻ ഈ ലോകത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ സംഘടനകൾക്കും നേതാക്കൾക്കും കഴിയാതെ അവർ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവനുണ്ട്. നസ്രയനായ യേശു. ഹല്ലേലൂയ. നസ്രയനായ യേശു അവന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അടുക്കലേക്ക് കടന്നു വന്നിട്ട് തന്റെ കരം നീട്ടി മനുഷ്യത്തെ തൊട്ടു. അധികാരമുള്ളവൻ തൊട്ടാൽ ചുമന്നുകൊണ്ടു പോകുന്നവർ നിന്നേ മതിയാകും. അവൻ തൊട്ടു. മനുഷ്യൻ ചുമക്കുന്നവർ നിന്നുടനെ കർത്താവ് ആ മരിച്ച യൗവനക്കാരനെ, ബാല്യക്കാരനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം വിളിച്ചതാണ്. ആ വാക്കാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അതിന്റെ 13ാം വാക്യത്തിൽ നാം അത് കാണുന്നു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. അതിനുശേഷം യേശു പറയുക, ബാല്യക്കാര എഴുന്നേൽക്ക, ബാല്യക്കാര എഴുന്നേൽക്ക. ഈ ശബ്ദം ശക്തിയുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ യേശുവിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഇരുന്നുണ്ട് ധ്യാനിക്കാരുടെ. എത്ര അത്ഭുതകരമാണ് ആ ശബ്ദം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, പിടിച്ചടക്കുന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞ അത്ര സ്വാധീന ശക്തിയാണ്. യേശു ഒരിക്കൽ പത്രോസിനെ നോക്കി വിളിച്ചു പറഞ്ഞു. അവൻ കടലിൽ വല വീശിക്കൊണ്ടിരിക്കുകയായി. കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞു, പത്രോസേ, നീ എന്നെ അനുഗമിക്കാൻ, ഞാൻ നിന്റെ മനുഷ്യരെ പിടിക്കുന്നവനാണ്. വല വിട്ട് പത്രോസ് കർത്താവിനെ പിൻപറ്റി. വേറെ ആരെങ്കിലും പറഞ്ഞാൽ പത്രോസ് പിൻപറ്റുമായിരുന്നില്ല. ആ ശബ്ദത്തിന് അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു. മനുഷ്യരെ അവങ്കലേക്ക് പിടിച്ചടിപ്പിക്കത്തക്ക ഒരു വലിയ ശക്തി. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവന്നത് യേശുവിന്റെ ഈ ശബ്ദമാണ്. ദൈവത്തിന്റെ സ്തോത്രം. 19ാമത്തെ വയസ്സിൽ കർത്താവിന്റെ ശബ്ദം എനിക്കുണ്ടായി ഈ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ. പക്ഷേ അതനുസരിപ്പാനുള്ള മനസാന്നിധ്യം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഞാനതിന് തയ്യാറല്ലായിരുന്നു. എന്നാൽ ഈ ശബ്ദം പിന്നെയും പിന്നെയും എന്റെ ഹൃദയത്തെ വലിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ആ ശബ്ദം എന്നെ ആ കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവന്ന യേശുവിന്റെ ശബ്ദം മരിച്ചവരെ ജീവിപ്പിക്കുന്നതാണ്. യേശുവിന്റെ ശബ്ദം ഭൂതങ്ങളെ പുറത്താക്കുന്നതാണ്. യേശുവിന്റെ ശബ്ദം രോഗികളെ സൗഖ്യമാക്കുന്നതാണ്. യേശുവിന്റെ ശബ്ദം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതാണ്. അടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചപ്പോൾ കാറ്റും കടലും കൂടെ ശാന്തമായി അമർന്നിരുന്നു എന്ന് നാം കാണുന്നു. യേശുവിന്റെ ശബ്ദം മരിച്ച് നാളായ നാറ്റം വെച്ച ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു.
പിതാവിൻ്റെതാണ്. ആ ശബ്ദത്തിന് ശക്തിയുണ്ട്, ആ ശബ്ദത്തിന് ശക്തിയുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ശക്തിയുണ്ട്, രോഗികളെ സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുവാൻ ശക്തിയുണ്ട്. കല്ലറകളിൽ നാറ്റം വെച്ച നിലവാരത്തിലായിരിക്കുന്നവരെ ജീവിപ്പിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ ശബ്ദത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ആ ശബ്ദം നിങ്ങളെ സ്പർശിക്കുക. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ബാല്യക്കാര എഴുന്നേൽക്ക എന്നുള്ള ശബ്ദം ശക്തമായി അവന്റെ ശരീരത്തിൽ ഒരു സ്പർശനം നടത്തി. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ശബ്ദം നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുക. ഒരു കാതിൽ കൂടെ കേട്ട് മറ്റേ കാതിൽ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. വാസ്തവമായി ആത്മാവിനെ തൊടണം യേശുവിന്റെ ശബ്ദം. ആ യേശുവിന്റെ ശബ്ദം ശരീരത്തെ സ്പർശിക്കണം. യേശുവിന്റെ ശബ്ദത്താലുള്ള ഒരു ശക്തമായ സ്പർശനം ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ആത്മാവിലും ശരീരത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ശബ്ദം നിങ്ങളെ സ്പർശിച്ചാൽ മരിച്ചവർ എഴുന്നേൽക്കും. പിന്നെ അവർ ബന്ധത്തിൽ കിടക്കുന്നവരല്ല, അവരെ എഴുന്നേൽക്കും. യേശുവിന്റെ ശബ്ദം എവിടെ തൊടുന്നുവോ അവിടെ ചാടി എഴുന്നേൽക്കും. അവിടെ ജീവനുണ്ടാകും, അവിടെ ചൈതന്യമുണ്ടാകും, അവിടെ ചലനമുണ്ടാകും, അവിടെ അത്ഭുതങ്ങൾ നടക്കും. പ്രിയമുള്ളവരെ, ഒരു പ്രസംഗം കേട്ട് സന്തോഷിച്ച് മടങ്ങിപ്പോകാനല്ല നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന കാരണം നിങ്ങൾ ജീവിക്കണം. ഇനി നിങ്ങൾ മരിച്ചവരായിട്ടല്ല പോകേണ്ടത്, ആത്മീകമായി ചത്തവരായിട്ടല്ല ജീവിക്കണം. ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ കീഴിൽ ഹോളിലിരിക്കുന്ന ഓരോ ആത്മാക്കളും ജീവിക്കണം, സൗഖ്യമാകണം, എഴുന്നേൽക്കണം. ആ ശബ്ദം അവന്റെ ആത്മാവിനെ ശരീരത്തെ സ്പർശിച്ചപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു. രണ്ട് നിലവാരങ്ങൾ നമുക്കവിടെ കാണാം. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു. ശബ്ദം അവനെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. അടുത്തത്, എഴുന്നേറ്റിരുന്നവൻ സംസാരിക്കാൻ തുടങ്ങി. അത് മറ്റൊരവസ്ഥയാണ്. യേശുവിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം ആത്മീകമായി മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഈ ജീവിച്ച മനുഷ്യൻ സംസാരിക്കണം. ആരോടാ സംസാരിച്ചത്? എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഈ മരിച്ചവൻ ജീവിച്ചെഴുന്നേറ്റ് അവന്റെ കണ്ണു തുറന്ന് ആദ്യമായി കണ്ടത് ആരെയാണെന്ന് പറയാമോ? യേശുവിനെയാണ് കണ്ടത്. അവന്റെ കണ്ണു തുറന്നപ്പോൾ അവൻ ആദ്യമായി കണ്ടത് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദൈവപുത്രനെയാണ്. യേശുവിന്റെ ശബ്ദത്തിലൂടെ ജീവൻ പ്രാപിച്ചവർ ആദ്യമായി കണ്ണു തുറന്ന കാണുന്നത് യേശുവിനെയാണ്. എന്റെ ജീവിതത്തിൽ എന്റെ കണ്ണു തുറന്നപ്പോൾ ഞാൻ ആദ്യമായി കണ്ടത് എന്റെ കർത്താവിനെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ജീവിപ്പിച്ച, എന്റെ മരണം നയിച്ച് എനിക്ക് ജീവൻ നൽകിയ, ഒരു മഞ്ചത്തിൽ കിടന്നുകൊണ്ട് സെമിത്തേരിയിലേക്ക് നടന്നു നീങ്ങിയ, അല്ലെങ്കിൽ പോയതായി എന്നെ ജീവിപ്പിച്ച ആ വ്യക്തി എന്റെ കണ്ണിന് മുൻപിൽ കണ്ടു. മനസ്സിലായി, ഈ വ്യക്തിയാണ് എന്നെ ജീവിപ്പിച്ചത്. യേശുവിനെ കണ്ടപ്പോൾ ഈ മനുഷ്യന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞതാണ്. എന്നെ ജീവിപ്പിച്ചതെന്നാണ് കണ്ടത് യേശുവിനെ. ഇന്ന് രാത്രിയിൽ യേശുവിനെ കാണുന്നവർ, നിങ്ങളെ ജീവിപ്പിച്ച, മരിച്ച നിലവാരത്തിൽ നിന്ന് ജീവിപ്പിച്ച യേശുവിനെ മുഖാമുഖമായി കാണുന്നവർ, കണ്ടവർ, ഇന്ന് കരകളെ ഉയർത്തിയ അല്ലേ പറയാമോ? എല്ലാവരും കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടവർ ശക്തിയോടെ അല്ലേ പറഞ്ഞ ദൈവത്തിന് സാധനം. അവനെ നോക്കി പറയും, എന്നെ ജീവിപ്പിച്ചതാണ്. അങ്ങയുടെ ശബ്ദമാണ് എനിക്ക് ജീവൻ നൽകി. സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരിച്ചു എന്ന് പറയുന്നത് മറ്റൊരവസ്ഥയാണ്. യേശുവിനോടായിരിക്കാം സംസാരിച്ചത്. ജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത് മാനസാന്തരം അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവവചനത്താൽ പുതുതായി ജനിക്കപ്പെടുന്നു. ആ അവസ്ഥയിൽ മാത്രം ഇരുന്നാൽ പോരാ, അവർ ജീവന്റെ സമൃദ്ധിയിലേക്ക് കടന്നു വരണം. സംസാരിക്കണം. ദൈവത്തിന് സ്തോത്രം. സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പഠിക്കുമ്പോൾ പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടി കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പഠിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മരിച്ച
സംസാരിക്കുന്നു, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മനുഷ്യരാരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റിരിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഈ കുറവ പ്രദേശത്തുണ്ടെങ്കിൽ, ചുറ്റുപാടുകളിലുണ്ടെങ്കിൽ, നിങ്ങൾ എഴുന്നേറ്റിരുന്നാൽ പോരാ. നിങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയായ, ദൈവത്തോട് സംസാരിക്കുന്ന അവസ്ഥയായ, അന്യഭാഷയിൽ സംസാരിക്കുന്ന അവസ്ഥയായ പരിശുദ്ധാത്മ നിറവ്, അന്യഭാഷാ ഭാഷണത്തോട് പരിശുദ്ധാത്മ നിറവ്, അഭിഷേകം നിങ്ങൾ പ്രാപിക്കണം. അതിന് രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. അത് ദൈവകൽപ്പനയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നാനമേൽക്കുകയും, എന്നാൽ പരിശുദ്ധാത്മാവെല്ലാം ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ സംസാരിക്കാൻ തുടങ്ങി. ഏതേൻ തോട്ടത്തിൽ ദൈവത്തോട് സംസർഗം, ഫെലോഷിപ്പ്, ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേക അനുഗ്രഹം ഏതേൻ തോട്ടത്തിൽ ആദിമ മനുഷ്യനുണ്ടായിരുന്നു. പാപനിമിത്തം അത് നഷ്ടപ്പെട്ടുപോയി. അഭിഷേകത്താൽ വീണ്ടും ദൈവത്തോട് സംസാരിക്കുവാനുള്ള ആ ഭാഗ്യ പദവി ദൈവ മനുഷ്യന് നൽകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, രക്ഷിക്കപ്പെട്ടവര് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ക്രിസ്തീയ സ്നേഹിതരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കണം. അത് ദൈവത്തോട് സംസാരിക്കുന്ന അവസ്ഥയാണ്. ദൈവത്തോട് സംസാരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ യൗവനക്കാരൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയ യൗവനക്കാരനെ അവിടെ പ്രത്യേക ഒരു പദം പറയുന്നുണ്ട്. കർത്താവ് അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു. ജീവൻ പ്രാപിച്ചു, എഴുന്നേറ്റിരുന്നു, സംസാരിച്ചു. പക്ഷേ അവൻ പിന്നെ മഞ്ചത്തിൽ തന്നെ ഇരിക്കുക. ഇന്നും പറ്റിയിരിക്കുന്ന ഒരു വലിയ പരാജയം അതാണ്. പലരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തോട് സംസാരിക്കുന്നു. പക്ഷേ പഴയ മഞ്ചം വിട്ടിറങ്ങാൻ തയ്യാറല്ല. മഞ്ചത്തിൽ ഇരുന്നോണ്ടായി സംസാരം. അഭിഷേകം പ്രാപിച്ചു, സത്യമാണ്, മഞ്ചം വിട്ടിറങ്ങിയിട്ടില്ല. അതിനകത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ താൻ വഴി നടന്നു പോവുകയും ഒരു ആളിൽ കുറിയവൻ, ഉയരം കുറഞ്ഞൊരു മനുഷ്യൻ, പേര് സക്കായി എന്ന, കർത്താവിനെ കാണണമെന്നൊരു വലിയ ആഗ്രഹം. വലിയ പുരുഷാരൻ യേശുവിനെ ചുറ്റി നിൽക്കുക. ഈ ചുറ്റും നിൽക്കുന്നവര് ഇച്ചിരി നീളമുള്ളവരാണ്. ഈ നീളമുള്ളവരെ കർത്താവിന് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഉയരം കുറഞ്ഞവർക്ക് കർത്താവിനെ കാണാൻ കഴിയും. ഇന്നത്തെ ലോകത്തിലെ പ്രശ്നം ഇത് തന്നെ. കുറെ നീളമുള്ളവർ കർത്താവിന് ചുറ്റും നിന്നിട്ട് ലോകത്തിന് കർത്താവിനെ കാണിക്കാൻ കഴിയാതെ മറച്ചു വെച്ചേക്കുക. അതാ ഇന്നത്തെ പ്രശ്നം. കുറെ പൊക്കമുള്ള മനുഷ്യർ, ഇച്ചിരി പൊക്കമുള്ളവരെ, മറ്റുള്ളവരെക്കാൾ അല്പം തലയെടുപ്പും ഒക്കെയുള്ള ഇച്ചിരി വലിയ വലിയ പുള്ളികൾ കർത്താവിന് ചുറ്റും നിന്നിട്ട് ഈ ലോകത്തിന് യഥാർത്ഥ ക്രിസ്തുവിനെ കാണിക്കാൻ കഴിയാതെ മറച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ യേശു ആരാണെന്ന് ഇന്നത്തെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രധാന കാരണമത കുറെ പൊക്കമുള്ള മനുഷ്യർ ചുറ്റും നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഉയരം കുറഞ്ഞ ചില മനുഷ്യർ ആകപ്പാടെ വിഷമിക്കുന്നു. യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഇന്നത്തെ സമൂഹങ്ങളിലും പറ്റിയിരിക്കുന്നതല്ല. നമ്മുടെ സഭകളിൽ ചിലയിടത്ത്, ഇവിടുത്തെ സഭയല്ല, ചിലയിടത്ത് ചില പൊക്കമുള്ളവരെ ചുറ്റും കർത്താവിനെ മറച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറ്റുള്ളവരെ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് യേശുവിനെ ശരിയായിട്ട് ലോകത്തിന് കാണാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, നിങ്ങളുടെ ഒരു കടപ്പാട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. കർത്താവിനെ മറ്റുള്ളവർ കാണുന്നതിന്, യഥാർത്ഥമായ നിലയിൽ കാണുന്നതിന് നീ ഒരു തടസ്സമായിരിക്കരുത്. പ്രിയ വിശ്വാസികളെ, യേശുവിനെ ലോകം കാണുവാൻ കഴിയാമെന്നും നിന്റെ ജീവിതം ഒരു തടസ്സമായിരിക്കരുത്. പ്രിയത്തിന് സ്വന്തം പലരിൽ നിന്ന് ലോകത്തിന് യേശുവിനെ വെളിപ്പെടുത്തുവാൻ കഴിയാമെന്ന ജീവിതവും പ്രവൃത്തിയും ഒരു വലിയ തടസ്സമായി മാറ്റപ്പെടുകയാണ്. ആ തടസ്സങ്ങൾ നീക്കപ്പെടാമെങ്കിൽ യഥാർത്ഥ ക്രിസ്തുവിനെ ഇന്ന് ലോകം കാണും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് തലയെടുപ്പ് അല്പം കൂടുതലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒന്ന് കുനിഞ്ഞുകൂടാം. അല്പം ഇസക്കായിയെ പോലുള്ള യേശുവിനെ ഒന്ന് കാണട്ടെ. പക്ഷേ ഇവനെ കാണാൻ സാധിച്ചില്ല. അവൻ ഓടി ഒരു കാട്ടത്തിമേൽ കയറിയല്ല, കാണാനുള്ള അത്യാർത്തി കൊണ്ട്, ആർത്തി കൊണ്ട് കയറിപ്പറ്റിയത് കാട്ടത്തിമേലാണ്. യേശു അതിന്റെ കീഴിൽ കൂടെ വന്നു. കറക്റ്റ് അതിന്റെ ചുവട്ടിൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി. സക്കായിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് യേശുവിനെ കാണണം, പക്ഷെ എന്നെ ആരും കാണരുത്. ഇന്നും അങ്ങനെയുള്ള നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്.
യേശുവിനെ എനിക്കൊന്ന് കാണണം, എന്നെ ആരും കാണരുത് എന്നുള്ള നിലവാരത്തിൽ ജീവിക്കുന്നത്. സക്കായിയും അങ്ങനെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനായിരുന്നു. അദ്ദേഹം കർത്താവ് അതിന്റെ ചുവട്ടിൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി ഒരു വാക്ക് പറഞ്ഞു, സക്കായിയെ വേഗമിറങ്ങുക. ദൈവത്തിന് സ്വന്തം. ഇന്നത്തെ സക്കായിമാരാണെങ്കിൽ പറയും, കർത്താവ് ഇപ്പൊ ഉടനെ വിട്ടിറങ്ങി വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാനിപ്പോ സഭയുടെ ട്രസ്റ്റി ആയിട്ട് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ, ഇപ്പൊ വിട്ടിറങ്ങി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇപ്പൊ ഒരു നല്ല സ്ഥാനത്ത് ഇങ്ങോട്ട് ഒരു തെരഞ്ഞെടുപ്പിലൂടെ കയറി പറ്റിയതേ ഉള്ളൂ, ഇപ്പൊ വിട്ടിറങ്ങാൻ ഞാൻ സാവകാശത്തിൽ വരാം, സാവകാശത്തിൽ വരാം. വേഗം ഇറങ്ങുക. ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ എനിക്ക് നിന്നോടുകൂടെ നിന്റെ വീട്ടിൽ പാർക്കുവാൻ കഴിയും. ഇന്ന് പലരും യേശുവിനെ കാണുവാനുള്ള ആർത്തിയോടുകൂടെ കാട്ടത്തിമേൽ കയറിയിരുന്നു കൊണ്ട് ഒളിച്ചിരുന്ന യേശുവിനെ കാണുവാൻ ശ്രമിക്കുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, പക്ഷെ മഞ്ചത്തിനകത്ത് തന്നെ ഇരിപ്പ്. അതിനകത്ത് തന്നെ മഞ്ചത്തിൽ തന്നെ പഴയത് വിടാൻ മനസ്സില്ല. അത് വിട്ടെങ്കിലേ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, അല്ല നിങ്ങളുടെ കൂടെ വന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അതൊക്കെ ഇന്നത്തെ പ്രശ്നം. യേശു പറയുന്നു, മകനെ നീ ജീവൻ പ്രാപിച്ചല്ലോ, മഞ്ചത്തിൽ തന്നെ ഇരുന്നോ എന്നല്ല പറഞ്ഞത്. അവനോട് പറയാണ്, നീ ഇറങ്ങി അവിടെ നിന്ന്, അവിടെ നിന്ന് ഇറങ്ങി വന്ന് നിന്റെ അമ്മയുടെ കൂടെ പോകും. ഇന്ന് രാത്രിയിലും സൗഖ്യം പ്രാപിച്ചിട്ട്, ജീവൻ പ്രാപിച്ചിട്ട്, എഴുന്നേറ്റിരുന്ന് സംസാരിച്ചിട്ട് പഴയ മഞ്ചത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാനല്ല പറയുന്നത്, കർത്താവ് പറയുകയാണ്, ഇന്ന് രാത്രി ഇറങ്ങ്. മഞ്ചത്തിൽ ഇറങ്ങാൻ തയ്യാറുണ്ടോ? ഇറങ്ങിയാൽ മാത്രം പോരാ, എന്റെ അമ്മയുടെ കൂടെ പോകണം. അവന്റെ അമ്മയ്ക്കേൽപ്പിച്ചു കൊടുത്തു എന്ന്, അമ്മയ്ക്കേൽപ്പിച്ചു കൊടുത്തു. അതാ പ്രധാന വിഷയം. ആരാ ഈ അമ്മ? സൗഖ്യം പ്രാപിച്ചവൻ, ജീവൻ പ്രാപിച്ചവൻ, എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നവൻ മഞ്ചത്തിൽ പിന്നെ ഇരിക്കുകയല്ല, എവിടെങ്കിലും ഇരിക്കുകയല്ല, അമ്മയുടെ കൂടെ പോകണം. ആരാണ് ഈ അമ്മ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നാം പഠിക്കുമ്പോൾ പൗലോസ് പറയാണ്, ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. അമ്മ. ആരാണ് ഈ അമ്മ? അപ്പോസ്തലന്മാർ. ദൈവത്തിന്റെ സഭയ്ക്ക് മാതാക്കളെ പോലെയുള്ളവർ. ദൈവസഭയ്ക്ക് ദൈവം നടത്തിപ്പുകാരെ നൽകിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ അവരമ്മമാരാണ്. എന്താണ് ഈ അമ്മയുടെ പ്രത്യേകത? അമ്മയ്ക്കും രണ്ടാനമ്മയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. മദർ ആൻഡ് സ്റ്റെപ്പ് മദർ, രണ്ടിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ പ്രിയമുള്ളവരെ, യഥാർത്ഥ അപ്പോസ്തലന്മാർക്കും അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അമ്മയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അമ്മയ്ക്കും മക്കൾക്കും തമ്മിലുള്ള ബന്ധം. ഒരു യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. അതാണ് അമ്മയുടെ പ്രത്യേകത. ഒരു അമ്മയുടെ ഹൃദയ നിലവാരം, എന്റെ മക്കളെല്ലാം നല്ലതുപോലെ തൃപ്തിയായി ഭക്ഷിച്ച് നല്ല ആരോഗ്യത്തോടിരിക്കണം. യഥാർത്ഥ അമ്മയെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെയുണ്ടല്ലോ അമ്മമാര്, കുഞ്ഞുങ്ങൾക്കെല്ലാം വിളമ്പിക്കൊടുത്തതിന് ശേഷം അവർ ഭക്ഷിച്ച് തൃപ്തരായി കഴിഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് പാത്രത്തിന്റെ അടിയിൽ പറ്റിയിരിക്കുന്ന ഒരല്പമായിരിക്കും ലഭിക്കുന്നത്. അയ്യോ എനിക്ക് കുറച്ചേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ ഒരമ്മയും കരയാറില്ല. കുഞ്ഞുങ്ങൾ നല്ല തൃപ്തിയായി തിന്ന് ആരോഗ്യത്തോടിരിക്കണം, ഭക്ഷിച്ച് ആരോഗ്യത്തോടിരിക്കണം. അത് അമ്മയുടെ വിശേഷത. അപ്പോസ്തലന്മാരുടെ മാനസികാവസ്ഥ, യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ മാനസികാവസ്ഥയും അത് തന്നെയാണ്. ഞങ്ങളുടെ ചിന്തയും അത് തന്നെയാണ്. നിങ്ങൾ നല്ല നിലയിലിരിക്കണം, നല്ല സൂര്യോടുകൂടിയിരിക്കണം, നിങ്ങൾ ആത്മീയമായി നല്ല ജീവനുള്ളവരായിരിക്കണം, നിങ്ങൾ നല്ല ചൈതന്യമുള്ളവരായിരിക്കണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം, നിങ്ങൾ വിശുദ്ധരായിരിക്കണം, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, നിങ്ങൾ കർത്താവിന്റെ വരവനായി ഒരുക്കപ്പെടണം. അതാണ് ഞങ്ങളുടെ ഒരേ ഒരു ചിന്ത. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് തൃപ്തിയാണ്. നല്ല നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുമ്പോൾ ഒരു മാതാവ് തന്റെ മക്കളെ കണ്ട് തൃപ്തി അടയുന്നത് പോലെ യഥാർത്ഥമായ ഒരു അപ്പോസ്തലൻ വിശ്വസ്തരായും വിശുദ്ധരായും ജീവിക്കുന്ന ദൈവജനത്തെ കണ്ട് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അമ്മമാരെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. യഥാർത്ഥമായ ഒരു അമ്മ. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. അതാണ് ഒരു അമ്മയുടെ വിശേഷത.
സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നു. അപ്പോസ്തലന്മാരെ, പ്രതിഷ്ഠിക്കപ്പെട്ട ത്യാഗികളായ, വിശ്വാസത്താൽ ജീവിക്കുന്ന അഭിഷക്തരായ അപ്പോസ്തലന്മാരെ ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നു. നിങ്ങളെ അവരുടെ പക്കൽ ഏൽപ്പിച്ചു. ഇന്നും ഇതുവരെ യഥാർത്ഥ അമ്മയുടെ അടുക്കൽ വന്നു ചേരാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അമ്മയുടെ പക്കൽ ഏൽപ്പിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും. എന്നെ രക്ഷിച്ച് എന്നെ സ്നാനത്തിലേക്ക് നടത്തിയ, എന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത എന്റെ കർത്താവ് എന്നെ എത്തേണ്ട സ്ഥാനത്ത് കൊണ്ടുവന്നെത്തിച്ചു. യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ പക്കൽ ദൈവത്തിന് സ്തോത്രം. അതാണ് എന്റെ പരിശുദ്ധ ജീവിതത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. ഞാൻ എത്ര പ്രതിഷ്ഠിക്കപ്പെട്ടവനായിരുന്നെങ്കിലും ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടു, വേർതിരിക്കപ്പെട്ടു എന്നുള്ള വിഷയം എന്റെ വലിയമ്മച്ചിയുടെ ആങ്ങള മറ്റൊരു വലിയമ്മാച്ചൻ മറ്റൊരു പെന്തിക്കോസ് വിഭാഗത്തിലെ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന പാസ്റ്ററായി എന്റെ അമ്മ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ മകൻ സുവിശേഷ വേലയ്ക്ക് പോകുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു വിട്ട കാര്യം, അവന് CPM സുവിശേഷ വേലയ്ക്ക് പോകണമെങ്കിൽ പോയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു കാര്യം ചെയ്യാൻ, നീ അവനെ എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്. ഒരു 4 വർഷം അവൻ ബൈബിൾ ക്ലാസ് പഠിച്ചേച്ച് പോയിക്കോട്ടെ. ഇല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യം, ഇല്ലെങ്കിൽ അവനെ അവിടെ ചെന്നിട്ട് അവിടെ ഉള്ളവരെല്ലാം കൂടെ അവനെ കൊണ്ട് തുണി കഴുകിക്കത്തേ ഉള്ളൂ. എന്റെ അമ്മയോട് പറഞ്ഞു വിട്ടതാണ്. അമ്മ വന്നിങ്ങനെ പറഞ്ഞു എന്നോട്, അമ്മാച്ചൻ ഇങ്ങനെ പറഞ്ഞു, 4 വർഷത്തെ ബൈബിൾ ക്ലാസ് പഠിച്ചിട്ട് ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് തുണി കഴിയിക്കും. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് അത്ര അന്ന് അറിവില്ല, 19 വയസ്സേ ഉള്ളൂ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും. അമ്മയോട് മറുപടി പറഞ്ഞു, അമ്മാച്ചനെ കാണാൻ പോയില്ല. അമ്മയോട് മറുപടി പറഞ്ഞു, 4 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച് ഒരു പാസ്റ്ററായി തീരുന്നതിനേക്കാൾ വിശുദ്ധന്മാരുടെ തുണി കഴുകുന്നതാണ് എനിക്ക് സന്തോഷം. അതുകൊണ്ട് ഇത് മതിയെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ 4 പേരുടെ മുൻപാകെ തന്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞ ഒരു പ്രസംഗത്തിന് എടുത്തു പറയാൻ പോലും എന്നെ കൊണ്ട് കൊള്ളുകയായിരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്തോണിൽ വന്നപ്പോ എന്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ആ ഫെയ്ത്തോണില്. കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് അവര് പറഞ്ഞത്, എടാ നീ വിശ്വാസ വീട്ടിൽ പെട്ടിയും തൂക്കിക്കൊണ്ട് വന്നപ്പോ ഞാൻ കരഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? എന്തോ ചെയ്യാനാണോ എന്നോട്ട് കരഞ്ഞതാണ്. സത്യമായിരുന്നു, എനിക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു എന്താ വേല ചെയ്യാൻ. എങ്കിലും എന്റെ കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ പലപ്പോഴും ഇരുന്ന് ഓർക്കും, അന്ന് എന്റെ അമ്മാച്ചൻ പറഞ്ഞ അനുസരിച്ച് അങ്ങോട്ട് പോയിരുന്നേ 4 വർഷം ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് പിന്നെ എന്തൊക്കെയാകുമെന്ന് ഞാൻ പറയാതെ എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ എന്തൊക്കെയാകുന്നു ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധന്മാരുടെ മധ്യേ കടന്നു വരുവാൻ, അപ്പോസ്തലന്മാരുടെ മധ്യേ കടന്നു വരുവാൻ, അവരുടെ ശാസനയിലും ശിക്ഷണത്തിലും ബുദ്ധി ഉപദേശത്തിലും നടത്തിപ്പിലും ആയിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതാണ് എന്റെ നിലനിൽപ്പ്. ദൈവത്തിന് സ്തോത്രം. അമ്മയെ പോലെയുള്ള അപ്പോസ്തലന്മാർ, അമ്മയെ പോലെയുള്ള വിശുദ്ധന്മാർ ആത്മാവിന്മേൽ ദൃഷ്ടി വെച്ച്, ദൈവത്തിന് സ്തോത്രം. ഞാൻ ട്രെയിനിങ്ങിലായിരിക്കുമ്പോൾ അന്ന് ഞങ്ങളെ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച ഒരു പാസ്റ്റർ പറഞ്ഞ കാര്യം ഓർക്കുന്നു. അദ്ദേഹം ഒരിക്കൽ അടയാർ മദ്രാസിന്റെ ഒരു ലോക്കൽ ഫെയ്ത്ത് ഹോമില് താൻ പോയി ഒരു സുവിശേഷ വേലക്കാരൻ സുഖമില്ലാതെ കിടക്കും. ഇദ്ദേഹം ആ ഫെയ്ത്ത് ഹോമിൽ ചെന്നിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചു, നീ ഇന്ന് വർക്കേഴ്സ് മീറ്റിങ്ങിന് തീർച്ചയായും വരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു നിവർത്തിയില്ല. ഇല്ല, നീ വന്നേ മതിയാകും, കട്ടായപ്പെടുത്തി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ ശരീരത്തെ കുറിച്ചല്ല നിന്റെ ആത്മാവിനെ കുറിച്ച് എനിക്ക് ചിന്തയുണ്ട്, അതുകൊണ്ട് നീ വന്നേ മതിയാകും. കട്ടായപ്പെടുത്തി മനുഷ്യനെ നിർബന്ധിച്ചെടുത്ത് കാരണത്ത് വെച്ച് വർക്കേഴ്സ് മീറ്റിങ്ങിന് കൊണ്ടുവന്നു. ആ മീറ്റിങ്ങിന്റെ നടുവിൽ കൊണ്ടുവന്നിരുത്തി. ആ വർക്കേഴ്സ് മീറ്റിങ്ങിന്റെ നടുവിൽ താൻ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. അപ്പോഴാണ് ഈ പറഞ്ഞ വാക്ക്, നിന്റെ ശരീരത്തെ കുറിച്ചല്ല നിന്റെ ആത്മാവിനെ കുറിച്ച് എനിക്ക് വലിയ ഭാരമുണ്ട്, നിന്റെ ആത്മാവിനെ കുറിച്ച് എനിക്ക് വലിയ ഭാരമുണ്ട്. അപ്പോസ്തലന്മാർ ഇന്നും ദൈവസഭയുടെ ദൈവജനത്തിന്റെ ആത്മാവിനെ കുറിച്ച് ഭാരപ്പെടുന്നു. ഞങ്ങൾ നിങ്ങളെ കുറിച്ച് വിചാരപ്പെടുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞങ്ങൾ എരിയുന്നു.
എന്തുകൊണ്ട് എരിയുന്നു? എങ്ങനെ എരിയുന്നു? ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എന്തുകൊണ്ടാണ് എരിയുന്നത്? ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോസ്തലന്മാർക്ക് ദൈവസഭയെ കുറിച്ചുള്ള ചിന്താകുലവും ഭാരവും അതാണ്. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കപ്പെടണം. ദൈവസഭയെ കുറിച്ച്, ദൈവജനത്തിന്റെ ആത്മാവിനെ കുറിച്ച് പ്രിയമുള്ളവരെ, ഒരു കാര്യം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയട്ടെ. ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്നു, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് എരിയുന്നു. ഒരേ ഒരു ചിന്താകുലം, ഒരേ ഒരു ഭാരം, ഒരേ ഒരു എരിവ്. യേശു വരുമ്പോൾ നിങ്ങൾ അവന്റെ മുൻപാകെ നിർത്തപ്പെടണം. യേശു വരുമ്പോൾ ഒരു നിർമ്മല കന്യകയായി, എങ്ങനെയെങ്കിലും നിർത്തുക എന്നുള്ളതല്ല, ഒരു നിർമ്മല കന്യകയായി അവന്റെ മുൻപാകെ നിങ്ങൾ നിർത്തപ്പെടണം. അതാണ് ഞങ്ങളുടെ ചിന്താകുലം. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ട് പ്രവർത്തിക്കുന്നു, അതിനു വേണ്ടി ഞങ്ങൾ ഉപദേശിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു. ഒരു നിർമ്മല കന്യകയായി ഏൽപ്പിക്കപ്പെടുവാൻ സമയം കടന്നുപോയത് കൊണ്ട് ഞാൻ നിർത്തട്ടെ. നിങ്ങൾ ഏൽപ്പിക്കപ്പെടുവാൻ അമ്മയുടെ പക്കൽ, അപ്പോസ്തലന്മാരുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിർത്തപ്പെടുവാൻ, എപ്രകാരം നിർത്തപ്പെടുവാൻ, നാം എങ്ങനെ നിർത്തപ്പെടണം, ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു വരാറായി, യേശു വരാറായി എന്ന് നാം വളരെ ശക്തിയായി വിളിച്ചു പറയുന്നു. ലോകത്തിലെല്ലായിടത്തും നാം മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമാണ് കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ളത്. പക്ഷേ അവൻ വരുമ്പോൾ അവന്റെ മുൻപാകെ നാം നിർത്തപ്പെടുവാൻ യഥാർത്ഥ അമ്മമാരായ അപ്പോസ്തലന്മാരുടെ പക്കൽ കർത്താവ് നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി അവരുടെ ഉപദേശത്താൽ, പ്രബോധനത്താൽ, അവരുടെ അധ്വാനത്താൽ ദൈവത്തിന്റെ സഭ യേശു ക്രിസ്തുവിന്റെ മുൻപാകെ നിർത്തപ്പെടണം. എപ്രകാരം നിർത്തപ്പെടണം? ഒന്ന് രണ്ട് വാക്കുകളിലൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരു നിർമ്മല കന്യകയായി നിർത്തപ്പെടണം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഒരു നിർമ്മല കന്യകയായി, കന്യക എന്നല്ല, നിർമ്മല കന്യകയായി, കളങ്കമേശാതെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തു എന്ന മണവാളന്, ക്രിസ്തു എന്ന കാന്തന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്രകാരം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു വ്യക്തി, മണവാളനായ ക്രിസ്തു മധ്യാകാശത്തിൽ തന്റെ കാന്തയെ വേളി കഴിക്കുവാൻ ഇറങ്ങി വരുവോളം ജീവിതത്തെ മലിനപ്പെടുത്താതെ ഒരു നിർമ്മല കന്യകയായി ജീവിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, ദൈവസഭയെ ഒരു നിർമ്മല കന്യകയായി ജീവിതത്തിൽ എന്തെങ്കിലും കറയോ കളങ്കങ്ങളോ മാലിന്യങ്ങളോ ഉണ്ടെങ്കിൽ അവയെ പൂർണ്ണമായും ജീവിതത്തിൽ നകറ്റി കേവലം ഒരു കന്യക എന്ന് മാത്രമല്ല, തമിഴിൽ പറയുന്നുണ്ട് കർപ്പുള്ള കന്യക എന്ന് പറഞ്ഞാൽ നിർമ്മല കന്യകയായി ജീവിതത്തെ പരിശുദ്ധത്തിൽ കാത്തുകൊള്ളുക. അവൻ വരുമ്പോൾ ധൈര്യത്തോടെ അവന്റെ മുൻപാകെ നിൽക്കുവാൻ ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർ 1:22 വാക്യം വായിക്കുമ്പോൾ നാം എപ്രകാരം നിർത്തപ്പെടണം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തപ്പെടേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. മണവാളനായ ക്രിസ്തു വരുമ്പോൾ നാം അവന്റെ മുൻപാകെ വിശുദ്ധരായി നിർത്തപ്പെടണം, നിഷ്കളങ്കരായി നിർത്തപ്പെടണം, കുറ്റമറ്റവരായി നിർത്തപ്പെടണം. അങ്ങനെ നിർത്തപ്പെടുവാൻ നമ്മെ അപ്പോസ്തലന്മാരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1:28 വാക്യം വായിക്കുമ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് നിങ്ങൾ നിർത്തപ്പെടേണ്ടത് ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട്. തികഞ്ഞവരായി എന്ന് പറയുമ്പോൾ 4 വിധ തികവ് ദൈവത്തിന്റെ സഭ പ്രാപിക്കണം. 1 സ്നേഹത്തിൽ തികഞ്ഞവർ, 2 വിശുദ്ധിയിൽ തികഞ്ഞവർ, 3 വിശ്വാസത്തിൽ തികഞ്ഞവർ, 4 അനുസരണത്തിൽ തികഞ്ഞവർ. 4 സ്വഭാവങ്ങളിൽ ഒരുപോലെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിച്ച് പൂർണ്ണത പ്രാപിച്ച തന്റെ വിശുദ്ധന്മാർ. ഇപ്രകാരം തികഞ്ഞവരായി നിങ്ങൾ നിർത്തപ്പെടണം. അടുത്തതായി എഫേസ്യർ 5:26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ നിർത്തപ്പെടണം. കറയില്ലാത്തവരായി നിർത്തപ്പെടണം, ചുളുക്കമില്ലാത്തവരായി നിർത്തപ്പെടണം, വിശുദ്ധരായി നിഷ്കളങ്കരായി തേജസ്സുള്ളവരായി നിർത്തപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി യൂദായുടെ ലേഖനം 24-ാം വാക്യം വായിക്കുമ്പോൾ വീഴാതെ വണ്ണം നിർത്തപ്പെടണം, വീഴാതെ വണ്ണം
നിർത്തപ്പെടണം. അതാണ് അപ്പോസ്തലനായ യൂദാ പറയുന്നത്, വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ. നിങ്ങൾ വീഴാതെ നിർത്തപ്പെടണം, മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തപ്പെടണം, കളങ്കമില്ലാത്തവരായി നിർത്തപ്പെടണം. ഇപ്രകാരം നിർത്തപ്പെടുവാൻ അപ്പോസ്തലന്മാരുടെ പക്കൽ കർത്താവ് നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, അമ്മമാരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതുവരെയും അമ്മമാരുടെ അടുക്കൽ അഥവാ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സത്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സത്യസഭയിലേക്ക്, സത്യ കൂട്ടായ്മയിലേക്ക്, അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. മഞ്ചം വിട്ടിറങ്ങി അപ്പോസ്തലിക കൂട്ടായ്മയിലേക്ക്, ദൈവസഭയിലേക്ക് കടന്നു വരാൻ യേശു വരാറായി. കാവള ശബ്ദം മുഴങ്ങാറായി. കണ്ണുകളെ അടയ്ക്കാൻ, മുഴങ്ങാൻ മടക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. യേശു വേഗത്തിൽ വെളിപ്പെടാറായി. 1 തെസ്സലോനിക്കർ 4:16 യാഥാർത്ഥ്യമായി തീരാൻ പോവുക. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാനദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ വാഹനത്തോടു കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശിക്ഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശു ക്രിസ്തു തന്റെ തിരുസഭയെ ചേർക്കുവാൻ, തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുവാൻ സമയം അടുത്തുപോയി. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥ ഇന്ന് രാത്രിയിൽ എങ്ങനെയായിരിക്കുന്നു? നിങ്ങളൊരു മരിച്ചവരായി മഞ്ചത്തിൽ കിടക്കുന്നവരാണോ? ഇന്ന് രാത്രിയിൽ യേശു നിന്റെ അടുക്കൽ വരുന്നു. അവന്റെ ശബ്ദം നിന്റെ ആത്മാവിനെ തൊടുമാറാകട്ടെ, നിന്റെ ശരീരത്തെ തൊടട്ടെ. ഒരത്ഭുതം ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിലും ശരീരത്തിലും നടക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചട്ടെ. എല്ലാവരും മുടങ്ങാൻ മടക്കിയാട്ടെ. ഹല്ലേലൂയ. ഒരത്ഭുതം ഇന്ന് നിന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് വിഷയം ഓർത്താണ് നീ കരയുന്നത്? ഇന്ന് രാത്രിയിൽ നീ കരയുന്ന വിഷയം ഏതാണ്? ഒരുപക്ഷെ എനിക്കറിഞ്ഞൂടെ, പക്ഷെ കർത്താവ് കാണുന്നുണ്ട്. ചില ദിവസങ്ങളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ നിന്റെ കരച്ചിലുകൾ മാസം ആയി നീണ്ടതായിരിക്കും. അനേക വർഷങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരിക്കലും ഒരു സഹോദരി എന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം പറയുകയുണ്ടായി, പാസ്റ്റർ, ഞാൻ 5 വർഷമായി ഞെരുക്കപ്പെടുന്നു. 5 വർഷമായി ഞാൻ ഞെരുക്കപ്പെടുന്നു. എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. ഞാൻ ഞെരുക്കപ്പെടുന്നു പല നിലയിൽ. ഇത് പറയുകയും അവർ പൊട്ടിക്കരയുകയും. എനിക്കൂടെ സങ്കടം തോന്നി, ദുഃഖം തോന്നി. ഞാൻ പറഞ്ഞു, യേശു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അവനെ അത്ഭുതം ചെയ്യും എന്ന് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ 5 വർഷമായി കരയുന്നവർ ഇതിന്റെ വസ്തുതയാണ്. ചില പ്രത്യേക വിഷയം നിമിത്തമായി വേദനയോടെ, ദുഃഖത്തോടെ കരയുന്നവർ. നിങ്ങളുടെ കരച്ചിൽ എന്താകും എന്ന് കർത്താവ് കാണുന്നുണ്ട്. ഇന്ന് രാത്രികളിൽ അവൻ നിന്നോട് കൽപ്പിക്കുന്നു, കരയണ്ട, കരയണ്ട, കരയണ്ട. യേശു മനസ്സലിഞ്ഞു മനുഷ്യൻ തൊട്ടു എന്ന മനസ്സലിഞ്ഞു. അത്ഭുതങ്ങളുടെ പിന്നിലെ രഹസ്യം യേശുവിന്റെ മനസ്സലിവാണ്. യേശുവിന്റെ മനസ്സലിവ്. അവൻ മനസ്സലിഞ്ഞു മനുഷ്യൻ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. അവൻ കൽപ്പിക്കുന്ന മാന്യക്കാര് എഴുന്നേൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേവലം ഒരു പ്രസംഗം കേട്ട് സന്തോഷിച്ച് മടങ്ങിപ്പോവുകയല്ല. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ശബ്ദം നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്റെ കുടുംബത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരത്ഭുതം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്റെ കണ്ണിലേർ തുറയ്ക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം നിന്റെ ആത്മാവിനെ തൊടട്ടെ, നിന്റെ ശരീരത്തെ തൊടട്ടെ. ഒരത്ഭുതം നടക്കട്ടെ, ഒരത്ഭുതം നടക്കട്ടെ, ഒരു ജീവൻ നടക്കട്ടെ, ഒരു സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. മരിച്ചവർ ജീവിച്ചെഴുന്നേൽക്കുവാനിടയായി, മരിച്ചവർ എഴുന്നേറ്റിരിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മീയമായി മരിച്ചവർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ ശബ്ദത്താൽ ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ കീഴിൽ, ഈ ഹോളിൽ ഈ ശബ്ദമെഴുതിക്കുള്ളിലിരിക്കുന്നവർ യേശുവിൻ ശബ്ദത്താൽ ജീവിക്കപ്പെടട്ടെ. നിങ്ങൾ മരിച്ചവരായി മടങ്ങിപ്പോവുകയല്ല, ചത്തവരായി മടങ്ങിപ്പോവുകയല്ല, ജീവിച്ചവരായി എഴുന്നേൽക്കുക മാത്രമല്ല, ഇന്ന് രാത്രിയിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ വായ തുറന്ന് സംസാരിക്കണം. നിങ്ങളെ സൗഖ്യമാക്കിയവരോട് സംസാരിക്കണം. നിങ്ങളെ ജീവിപ്പിച്ചവരോട് സംസാരിക്കണം. നിങ്ങളെ ഉയർപ്പിച്ചവരോട് സംസാരിക്കണം. കർത്താവിനോട് സംസാരിക്കണം. അവന്റെ മുഖം ഇന്ന് രാത്രിയിൽ കാണണം. സംസാരിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എല്ലാവരും അന്യഭാഷകളിൽ, മനുഷ്യരോടല്ല ദൈവത്തോട്, മനുഷ്യരോടല്ല ദൈവത്തോട്
ഒരു ദൈവത്തിന്റെ ജീവൻ സഭയിൽ വ്യാപരിക്കട്ടെ. മരണം നീങ്ങി ജീവനാൽ നിറയപ്പെടട്ടെ. ദൈവസഭ ചത്ത ശവ കുടീരങ്ങളല്ല, ചത്ത ശവങ്ങളുടെ അസ്ഥികൂടങ്ങളല്ല. ദൈവസഭ ജീവനുള്ളവരുടെ കൂട്ടമാണ്, എഴുന്നേറ്റ് എന്ന് സംസാരിക്കുന്നവരുടെ കൂട്ടം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നാവ് ചലിക്കട്ടെ, നിങ്ങളുടെ അധരങ്ങൾ ചലിക്കട്ടെ, നിങ്ങളുടെ വായിൽ അന്യഭാഷയുണ്ടാകട്ടെ. ദൈവത്തോട് സംസാരിക്കുക, നിങ്ങളെ ഉയർപ്പിച്ചവരോട് സംസാരിക്കുക, സൗഖ്യമാക്കുന്നവരോട് സംസാരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റബാലഖറബാരിയ. അവന്റെ മുഖം കണ്ട് സംസാരിപ്പാൻ, അവന്റെ മുഖം കണ്ട് സംസാരിപ്പാൻ, അവന്റെ മുഖം കണ്ട് സംസാരിപ്പാൻ. അധരങ്ങൾ ചലിക്കട്ടെ, നാവ് ചലിക്കട്ടെ, യേശുവിന്റെ മുഖം കണ്ടവരോട് സംസാരിക്കട്ടെ. എല്ലാവരും നിങ്ങളുടെ ശരീരം ചലിക്കട്ടെ, നാവ് ചലിക്കട്ടെ. ദൈവശക്തി എല്ലാ ശരീരങ്ങളിലും ഇന്ന് വ്യാപരിക്കട്ടെ. ഒരു വ്യക്തമായ പ്രവൃത്തി, ഒരു വ്യക്തമായ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും ഉണ്ടാവുക. അത്ഭുതങ്ങളുടെ യേശുവേ, ഇന്ന് രാത്രിയിൽ നിന്റെ അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൽ നടക്കട്ടെ, അവരുടെ ആത്മാവിൽ നടക്കട്ടെ, ശരീരത്തിൽ നടക്കട്ടെ, ശരീരത്തിൽ നടക്കട്ടെ. ഒരു ചെറിയ കോറസ് പാടിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ. ഒരു ഉയർപ്പിൻ ജീവൻ, ആ മരിച്ച മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു പ്രവാചകൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന ദേശം മനസ്സിലാക്കുവാനിടയായി. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചപ്പോൾ ദേശം മനസ്സിലായത് ഇതാ ഒരു പ്രവാചകൻ. എല്ലാവർക്കും ഭയം പിടിച്ചു എന്ന പ്രിയമുള്ളവരെ, മരിച്ചവർ ജീവിപ്പിക്കപ്പെടുമ്പോൾ ദേശത്തിന്റെ മധ്യ മനസ്സിലാകും യേശു ജീവിക്കുന്ന ദൈവമാണ്. ദേശം ഭയപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. ഒരു ഉയർപ്പിൻ ജീവൻ ഇന്ന് രാത്രിയിൽ വ്യാപരിപ്പാൻ, ഓരോ ആത്മാക്കളിലും വ്യാപരിപ്പാൻ ഒരു ചെറിയ കോറസ് പാടിക്കൊണ്ട് എന്റെ വാക്കുകളിൽ നിർത്തട്ടെ. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകോ, ഉയർപ്പിൻ തന്റെ ഉദ്ദേശം എന്താണുള്ളത്? നിരാജീവമാക്കുകയാണ് ഇന്നും
ബന്ധമായിരിക്കുക മാനത്തോടെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്